ഈ മോളിൽ കാണുന്ന കഴിഞ്ഞ വർഷം വന്ന നീറ്റിന്റെ ക്വസ്റ്റ്യൻ നമ്മളുടെ ജെനറ്റിക്സ് 1-ൽ നിന്നുള്ള സെക്സ് ഡിറ്റർമിനേഷൻ ഹണീബി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഹാപ്ലോഡിപ്ലോയിഡി മെക്കാനിസത്തിനെ കുറിച്ചാണ് ചോദിച്ചത്. ഇത് പഠിച്ച എല്ലാവരും തന്നെ കറക്റ്റ് ആയിട്ടുള്ള ശരി ഉത്തരം നിങ്ങൾ എഴുതി കാണും. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ, ഇതേ കോൺസെപ്റ്റ് തന്നെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് മുന്നേ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ചോദ്യം ഞാനിതാ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്ന് ഈ വീഡിയോ പോസ് ചെയ്തതിനു ശേഷം സ്വയം സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. പുതിയ ഒരു കോൺസെപ്റ്റും ഇവിടെ കൂടുതലായിട്ടില്ല. ജസ്റ്റ് നമ്മളെ ജെനറ്റിക്സിലെ കോൺസെപ്റ്റും ജെനറ്റിക്സിലെ മറ്റ് മെന്റലിയൻ ജെനറ്റിക്സിന്റെ ഒക്കെ ക്രോസിംഗ് കോൺസെപ്റ്റുകളും ആൻഡ് സെക്സ് ഡിറ്റർമിനേഷനും കൂടെ കൂട്ടി കമ്പൈൻ ചെയ്ത് ഒരു അടിപൊളി കോൺസെപ്ഷ്യലി റിച്ച് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുതിയ കാര്യങ്ങളൊന്നും നിങ്ങൾ പഠിക്കാനില്ല. പക്ഷേ ഈ ജൂൺ 7-ാം തീയതി വരുന്ന ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്വയം പ്രിപ്പയർഡ് ആവേണ്ടതുണ്ട്. അതിന് ഡീപ്പായിട്ടുള്ള കോൺസെപ്ഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് വേണം. മോർ ഓവർ നമ്മൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് ശീലിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പം ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് പഠിച്ച് സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട തിയറി ക്ലാസ്സുകൾ തന്ന് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു പേഴ്സണൽ മെന്ററിന്റെ, ഐസറിൽ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റിന്റെ അല്ലെങ്കിൽ എൻ്റെ പോലെയുള്ള ഐസർ അലൂമിനയുടെ അണ്ടറിൽ നിങ്ങൾക്കൊരു ഗൈഡൻസോട് കൂടിയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്രാഷ് കോഴ്സ് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നാളെ മെയ് 5-ാം തീയതിയാണ് നമ്മളെ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. ആൻഡ് നമുക്ക് ക്രാഷ് കോഴ്സിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.